പാഠം 992. ചില മുഖം മിനുക്കലുകൾ. മോനേട്ടാ, മോനേട്ടാ, ചായ. ചന്ദ്രേട്ടൻ എഴുതേണ്ടില്ലേ? എഴുന്നേക്കൊക്കെ ചെയ്തു. പക്ഷെ ചായ കൊണ്ടുവന്ന് എന്നെ ഓടിച്ചോട്ടു. മനസ്സിലായില്ലേ? ഞാൻ ആ ചായയിൽ എന്തെങ്കിലും കലക്കി കാണുമെന്നാണ് ചന്ദ്രേട്ടന്റെ ധാരണ. ഇന്നലെ രാവിലെ ഇവിടെ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഇതുവരെയായിട്ട് എന്റെ കയ്യിൽ നിന്ന് ചന്ദ്രേട്ടൻ വാങ്ങി കുടിച്ചില്ല. ഇത് എന്തൊരു നാണക്കേടാ എന്റെ മോനേട്ടാ. മോഹനേട്ടൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എണ്ണി ഇന്ന് വായിലിരിക്കുന്നോട് കേൾക്കാൻ നിൽക്കല്ലേ. ഇന്നലെ ചന്ദ്രേട്ടൻ വരുന്ന കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ എന്നോട് അക്കാര്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. അതുവരെ മോഹനേട്ടൻ എന്താ ചെയ്തത്? 5-6 മാസം മുന്നേ ദേഷ്യം വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞത് ഓർത്തു വെച്ചിട്ട് ചന്ദ്രേട്ടൻ വരുന്ന കാര്യം എന്നോട് പറയാതെ ആ ഉത്തമനോട് പറഞ്ഞിരിക്കുന്നു. അയ്യോ, ഉത്തമനാണ് രാജാവിനെക്കാട്ടിലും വലിയ രാജ്യസ്നേഹമാണല്ലോ. നേരെ ചന്ദ്രേട്ടന് പോയി സകല കാര്യങ്ങളും കൊളുത്തി കൊടുത്തു. എന്നിട്ടിപ്പോ എന്തായി? എന്നെ കാണുവിടെ ചന്ദ്രേട്ടന് പേടിയാ. കൊട്ടോ ഇരിക്കുന്നുണ്ടോ? ഇനി എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ സാധനം കഴിക്കുക? നീ ഇങ്ങനെ ചൂടായിട്ട് എന്താ കാര്യം? ഉത്തമനെ എന്നോട് ചോദിച്ചിട്ടല്ലോ ഒക്കെ ചെന്ന് ചന്ദ്രേട്ടനോട് പറഞ്ഞത്. എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി അതൊന്ന് മാറ്റി പറയണം. എന്താ സംഭവിച്ചെന്ന് ചന്ദ്രനോട് പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഞാനത് ആലോചിച്ചതാ. പക്ഷെ അങ്ങനെ ചെയ്താ നീ തന്നെ ആണെങ്കിൽ മനസ്സിലായില്ലേ? ഇല്ല. അന്ന് ചന്ദ്രേട്ടൻ പോയി കഴിഞ്ഞ ശേഷം നീ അങ്ങനെ പറഞ്ഞു എന്ന് സമ്മതിക്കേണ്ടതായി വരും. എന്തിനാണ് സമ്മതിക്കുന്നത്? ഉത്തമനോട് പറഞ്ഞാ മതി. അതെങ്ങനെ പറയും? എന്താ? ഉത്തമൻ ചന്ദ്രേട്ടനെ കണ്ട കാര്യം ചന്ദ്രേട്ടൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ. പറയാതെങ്ങനെ അതേപറ്റി ചോദിക്കും? നേരെ അങ്ങോട്ട് ചെന്ന് ഉത്തമനൊക്കെ വെറുതെയാണ് പറഞ്ഞെന്ന് പറഞ്ഞ അപ്പൊ ചന്ദ്രേട്ടന് മനസ്സിലാവും എല്ലാം നമ്മൾ ആലോചിച്ച് ചെയ്തതാണെന്ന്. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ മോനേട്ടാ? ഒരാളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കൊടുക്കണ്ടേ? ഞാൻ എന്തായാലും പോയി ചന്ദ്രേട്ടനോടുള്ള കാര്യം പറയാൻ പോവാ. നീ പറഞ്ഞാലും ചന്ദ്രേട്ടൻ വിശ്വസിക്കില്ല. അതാ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കുകയാണ്, അതിനകത്ത് എന്തെങ്കിലും കാണും എന്ന് കരുതില്ലേ? അയ്യോ, പിന്നെ എന്താ ഇതിനൊരു പരിഹാരം? ഒരാള് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവും കഴിക്കില്ലെന്ന് വെച്ചാ മര്യാദയ്ക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോകും. ചന്ദ്രേട്ടാ, ഇതെന്താ ചെയ്യുന്നത്? അയ്യോ, വെള്ളം കോരേണ്ട കാര്യമില്ല, പൈപ്പിൽ വെള്ളമുണ്ട്. ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് ശീലിച്ചു പോയി. പൈപ്പിലൂടെ വരുന്ന വെള്ളം ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് ശാസ്ത്രം. അയ്യോ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ടാങ്ക് എല്ലാ ആഴ്ചയിലും കഴുകുന്നതാ, നല്ല വൃത്തിയുണ്ട്. പക്ഷേ എനിക്കതിൽ വിശ്വാസം പോരാ. ഞാൻ വെള്ളം കോരി കുടിച്ചോളാം. എന്നാ ശരി, ചന്ദ്രേട്ടൻ മാറി നിൽക്ക്, ഞാൻ കോരിത്തരാം. വേണ്ട 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 വേണ്ട, അതൊട്ടും ശരിയാവൂല. ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ ശരിയാവൂ. നീ അപ്പുറത്തെങ്ങാനും പോ സത്യഭാമേ, നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? അല്ല, നിന്റെ കയ്യിലെന്താണ്? ഇത് സോപ്പൊടി. സോപ്പൊടി? ചന്ദ്രേട്ടാ, ആഹാരത്തിൽ സോപ്പ് പൊടിയിട്ട് കഴിച്ചാലത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരണോ? പരലോകം കണ്ടുപോലേ. അപ്പൊ ഇതും കൈ പിടിച്ചോണ്ട് നടക്കുകയാണല്ലേ? എന്താ? ഒന്നുമില്ല, എനിക്ക് ഇറിഗേഷൻ ഓഫീസിൽ പോകാൻ നേരമായി എന്ന് പറയായിരുന്നു. അപ്പൊ ശരി, ഞാൻ പോയി ഒരുങ്ങട്ട് കേട്ടാ.
കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നു. പൈപ്പ് വെള്ളമല്ലേ? പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ വിശ്വസിച്ച് കുടിക്കും? ഞാൻ സോപ്പൊടി കലക്കി കൊടുക്കുന്ന പേടിയില്ലല്ലേ. ദേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ സംഗതി ആകെ കുഴപ്പമാകുവേ. ഇവിടുത്തെ ജോലി എടുത്ത് നാളെ രാവിലെ പോകാനിരിക്കുക ചന്ദ്രേട്ടൻ. നാട്ടിൽ ചെല്ലുമ്പോ കാണുന്ന സകല ആളുകളോട് പറയുമോ നീ കഥയായിരിക്കില്ലേ? സത്യഭാമ എനിക്ക് ആഹാരത്തിൽ സോപ്പൊടി ഇട്ട് തരാൻ നോക്കിന്ന്. പിന്നെ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് പോവാ? ഇതിപ്പോ നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രമൊന്നുമില്ല. നീ ഇപ്പൊ ക്ഷമിക്ക്. ഒരവസരം കിട്ടുമ്പോ ഞാൻ തന്നെ ചന്ദ്രേട്ടനെ എല്ലാം പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇനി എപ്പോ അവസരം കിട്ടുന്നതാണ് മോനേട്ടാ? കുറച്ച് കഴിയുമ്പോഴാണ് മോഹനേട്ടൻ ആഫീസിൽ പോവും. തിരിച്ചു വരുന്നോ വൈകിട്ടും. അപ്പൊ ചന്ദ്രേട്ടൻ മിക്കവാറും ഇവിടെ ഉണ്ടാവത്തുമില്ല. പുറത്ത് അത്താഴോടെ കഴിച്ചായിരിക്കും ചന്ദ്രേട്ടൻ വരിക. നാളെ നേരം വിളിക്കും പോവുകയും ചെയ്യും. പിന്നെ എപ്പോ കാര്യം പറയുന്ന? ഈ കാര്യമൊക്കെ എങ്ങനെ പറയും? മോഹനേട്ടൻ പേടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. നീ എന്ത് പറയും? മോഹനേട്ടൻ പറയുന്നത് കേട്ട് ഉത്തമൻ വെറുതെ ഓരോന്ന് പറഞ്ഞതാണ്. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയും. എന്താ? ഒന്നുമില്ലാതെ ഉത്തമം പറയില്ലെന്ന് ചന്ദ്രേട്ടൻ അറിയില്ലേ? അപ്പോ കഴിഞ്ഞ തവണ നീ പറഞ്ഞ ആ വാചകത്തിന്റെ പ്രശ്നം വരും. അപ്പൊ നീ എന്ത് പറയും? മോനേട്ടാ, ഇനി മേലാൽ ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ കയറി വന്നാൽ എന്റെ അച്ഛനാണേ സത്യം കഴിക്കാനുള്ളതിൽ സോപ്പൊടി കലക്കി കൊടുക്കും ഞാൻ. അങ്ങനൊരു വാചകം പറഞ്ഞത് എന്തിനാണാവോ അപ്പൊ എനിക്ക് തോന്നിയത്. നോക്കട്ടെ. പറയോ? നോക്കാം. ചന്ദ്രേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? 10 മണിക്കല്ലേ ആഫീസൊക്കെ തുറക്കും. ഇത്ര നേരത്തെ പോകുന്നെന്തിനാ? അതെ, എനിക്ക് പോകുന്ന വഴി 1-2 ആവശ്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ എത്തുമ്പോഴേക്കും കൃത്യസമയാവും. ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചന്ദ്രേട്ടാ. ഉപ്പുമാവ് ചന്ദ്രേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദോശ തന്നെ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല ഒന്നാന്തര സാമ്പാറും ഉണ്ട്. ഞാൻ എടുത്തു വെക്കട്ടെ? ദോശയോ? അത് പറ്റത്തില്ല. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച ഞാൻ ദോശ കഴിക്കത്തേ ഇല്ല. അല്ല പിന്നെ എന്താ വേണ്ടത്? ഇടിയപ്പോ? എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഭാമ ഉണ്ടാക്കി തരും. കുഴപ്പം എന്താണെന്ന് വെച്ചാ പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഭക്ഷണം കഴിക്കില്ല. കുറച്ച് നാളായിട്ടുള്ള ശീലമാ. രാവിലെ 1 ഗ്ലാസ് പച്ചവെള്ളം മാത്രം, അത്രേ ഉള്ളൂ. അല്ല അതെന്താ അങ്ങനെ? അത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. ഈ ഭക്ഷണത്തോടുള്ള ആഗ്രഹം കാരണം നമ്മളിങ്ങനെ ഓരോന്ന് വലിച്ചു വാരി കഴിക്കും. പിന്നെ ഇവിടുന്ന് ഇറിഗേഷൻ ഓഫീസിൽ നിന്നല്ല ഈ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിൽ ചാടണോ? എന്നാലും ചന്ദ്രേട്ടനെ കരുതി മാത്രം ഞാൻ ഉണ്ടാക്കിയ ദോശ സാമ്പാറുവാ. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആകെ വിഷമാവും. നീ എന്നെ മാത്രം കരുതിയ ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാണെന്ന് എനിക്കറിയാം. ഞാനിത് കഴിക്കാതിരുന്നാൽ നിനക്കത് വിഷമാവുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് കഴിച്ചാൽ എനിക്കാകപ്പാടെ വിഷമാവും. അതുകൊണ്ട് അത് വേണ്ട. അപ്പോ ഞാൻ കുറച്ച് വൈകിയേ വരൂ. ഉച്ചയൂണ് ഉണ്ടാക്കി വെക്കണ്ട. എന്നാ ശരി, ഞാൻ വരാം. കേട്ടല്ലോ, ഇത്ര രാവിലെ ചന്ദ്രേട്ടൻ പോകുന്നത് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്കാണെന്നുള്ള കാര്യം ഉറപ്പാ. അവിടുത്തെ ദോശ വാങ്ങി കഴിക്കുമ്പോ കൃഷ്ണൻകുട്ടി എന്താ കരുതുക? വീട്ടിലൊരു അതിഥി വന്നിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടേ. ഈ നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ എന്നെ നാണം കെടുത്തി ഇത് തീരും. ഞാനോ? കഴിഞ്ഞ തവണ ചന്ദ്രേട്ടൻ വന്നപ്പോ നീ അല്ലേ പറഞ്ഞത് ഇനി വരുമ്പോ സോപ്പൊടി ഇലക്കി കൊടുക്കുന്നു? അത് നീ അങ്ങനെ പറഞ്ഞ എല്ലാ കുഴപ്പത്തിനും കാരണം. മോഹനേട്ടാ, അത് മോഹനേട്ടനെ ഞാനും തമ്മിലാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെ പലതും പറയാറുണ്ട്. അത് നേരെ ഉത്തമന്റെ അടുത്ത് പോയി പറഞ്ഞ കാര്യം മോഹനേട്ടൻ എന്തായിരുന്നു? ഈ ഉത്തമനത് പോയി ചന്ദ്രേട്ടനോട് പറഞ്ഞു ഞാൻ അറിഞ്ഞോ? സാറേ വന്നല്ലോ, മോഹനേട്ടന് സഹായം വന്നിട്ടുണ്ടല്ലോ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കിയത് ഉത്തമനാണ്. ഇത് പരിഹരിക്കാനും ഉത്തമനെ കൊണ്ട് പറ്റണം. അത് ഞാൻ ശരിയാക്കിക്കോളാം. മോഹനേട്ടൻ എന്റെ കൂടെ നിന്നാ മതി. ഉത്തമനെ കാണുമ്പോ കവാത്ത് മറന്ന സാമ്പാറ് സോപ്പൊടി കലക്കിട്ട് ഞാൻ മോഹനേട്ടൻ തരും. വിശ്വസിക്കാൻ പറ്റൂല, അത് ശരിയാവില്ല. നമസ്കാരം വക്കീലേ. സാറല്ലേ ഇവിടെ? സാറിന്റെ അടുത്ത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വന്നതേ. സാറിനെ കണ്ട് കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട്. എന്താണ് വക്കീലെ, പറയൂ.
ഇന്നലെ ചന്ദ്രേട്ടനെ ഉത്തമൻ വഴിയിൽ വെച്ച് കണ്ടതും സംസാരിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. അല്ല അത് ഈ പിന്നെ ന്യായങ്ങൾ അധികം പറയാൻ നിൽക്കണ്ട. എല്ലാ കഥകളും കൃത്യമായിട്ട് തന്നെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഉത്തമൻ എന്നെ പറ്റി പറഞ്ഞ ആ വേണ്ടാതീനം കാരണം ഞാൻ നാണം കെട്ടു ഒരു വഴിയായി. എന്താ ഇതിന്റെ പരിഹാരം പറ. അല്ല അല്ല ഇത് മോഹൻ സാർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി നോക്കിയതാണ്. അതുമല്ല ചന്ദ്രേട്ട ഇവിടെ ഒന്ന് ചായ കുടിക്കുമ്പോ ആ ചായയില് വക്കീല് സോപ്പ് പൊടി കലർത്തി കഴിഞ്ഞാ മോഹൻ സാറിന്റെ മാനം പോകൂലേ? അയ്യോ, ഒരാൾക്ക് കുടിക്കാനുള്ള ചായയിൽ സോപ്പ് പൊടി കലർത്താൻ എനിക്കെന്താ പ്രാന്തോ? വക്കീല് അങ്ങനെ പറഞ്ഞെന്ന് സാറാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ദേഷ്യം വരും മനുഷ്യൻ അങ്ങനെ എന്തെല്ലാം പറയും. അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണോ? നാളെ രാവിലെ ചന്ദ്രേട്ടൻ തിരിച്ചു പോകും. നാട്ടുകാരോടല്ല ഇവിടുത്തെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉത്തമനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഉത്തമൻ തന്നെ തീർക്കണം. ഞാൻ എങ്ങനെ തീർക്കാൻ? ഇന്നലെ പറഞ്ഞ മുഴുവൻ നുണയായിരുന്നു. ഉത്തമൻ ചന്ദ്രേട്ടൻ എടുത്ത് പറഞ്ഞാ മതി. ആ അല്ല സാറേ അല്ല അത് ഇന്നലെ പറഞ്ഞത് മുഴുവൻ ഉത്തമൻ സങ്കല്പിച്ചുണ്ടാക്കി കിടന്ന് ഉത്തമൻ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് ഒരതുമില്ല. കഴിഞ്ഞ തവണ ചന്ദ്രേട്ടൻ വന്നിട്ട് പോയപ്പോ എനിക്ക് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. ഞാൻ ചന്ദ്രേട്ടന് സോപ്പ് പൊടി കലക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല ഞാൻ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. അല്ല അങ്ങനെയാണെങ്കിൽ ചന്ദ്രേട്ടൻ എന്നെ പറ്റി എന്തെങ്കിലും കരുതും? ഉത്തമന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ ചന്ദ്രേട്ടൻ, ആണോ? അല്ലെങ്കിൽ തന്നെ ഇനി ചന്ദ്രേട്ടൻ ഉത്തമൻ തമ്മിൽ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉത്തമനെ പറ്റി കുറച്ച് മോശം അഭിപ്രായം ഉണ്ടായാലും അത് കുഴപ്പമൊന്നുമില്ല. ആ സാറേ സാറേ ഞാൻ ഇതൊക്കെ സാറിന് വേണ്ടിട്ടാണ് ചെയ്തത് കേട്ടാ. പക്ഷെ ഞങ്ങൾക്ക് ഉത്തമ ചന്ദ്രേട്ടൻ ജലസേന വകുപ്പിന്റെ ഓഫീസിൽ പോയിരിക്കുക. ഉച്ച കഴിഞ്ഞേ വരുന്നാ പറയുന്നത്. ചന്ദ്രേട്ടൻ വരുമ്പോ ഉത്തമനെന്ന വഴി കാത്തുനിന്നാ മതിയല്ലോ. എന്നിട്ട് ഇന്നലെ പറഞ്ഞേക്ക് അങ്ങ് മാറ്റി പറയണം. വേറെ വഴിയില്ല. അല്ല അതിപ്പോ ഞാന് ഈ ഒരുപാട് അങ്ങ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ വഴി. ശരി, ഇനിയിപ്പൊ രണ്ടുപേരും കൂടെ പറയുമ്പോ പിന്നെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഇനിയിപ്പോ ഞാൻ തന്നെ ശരിയായിക്കോളാം. തീർന്നല്ല പ്രശ്നം. ആ സാറേ നമ്മുടെ വേലായുധ ചേട്ടൻ പോക്കോരോന്റെ കാര്യം ഒന്ന് നേരത്തെ അത് ഈ പ്രശ്നം പരിഹരിക്കൂ. ബാക്കിയൊക്കെ പിന്നെ വേലായുധനായിട്ട് ഇറങ്ങിയിരിക്കും. പക്ഷെ വക്കീല് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാല് ഈ എന്നെ പറ്റി എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ചന്ദ്രേട്ടന് ബാക്കി ഉണ്ടായാൽ ഉത്തമൻ വിവരം പറയും. ആഹാ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈശ്വര വരുന്നുണ്ട്. നമസ്കാരമുണ്ട് ചന്ദ്രേട്ടാ. നമസ്കാരം നമസ്കാരം. ഉത്തമൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാന് ചന്ദ്രേട്ടനെ കാത്തിരിക്കായിരുന്നു. എന്നെയോ? അത് പിന്നെ പിന്നെ അത് പിന്നെ ഇന്നലെ ഉത്തമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതുവരെ ഒരു വക ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. കുടിക്കാനുള്ള വെള്ളം പോലും കിണറ്റിൽ നിന്ന് ഞാൻ തന്നെ കോരിയെടുത്ത് കുടിക്കും. പിന്നെ എപ്പോഴാണ് ഈ സോപ്പ് പൊടി കലക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. രാവിലെ ഉണ്ടല്ലോ ചായ കുടിക്കാനും പുട്ടും പഴവും കഴിക്കാനും ഒക്കെ സത്യഭാമ നിർബന്ധിച്ച് വിളിച്ചു. ഇങ്ങോട്ടൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഉച്ചയോട് പുറത്തുനിന്ന് കഴിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നാളെ പുലർച്ചയ്ക്കാൻ സ്ഥലം വിടുമല്ലോ. അത് പിന്നെ ചന്ദ്രേട്ട ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാലേ, ഞാൻ ഇന്നലെ ചന്ദ്രേട്ടനോട് പറഞ്ഞതൊന്നും സത്യമായിട്ടും സത്യമല്ല. കഴിഞ്ഞ തവണ ചന്ദ്രേട്ടൻ വന്നിട്ട് പോയപ്പോ വക്കീല് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് സത്യമായിട്ടും സത്യമല്ല, വെറുതെ പറഞ്ഞതാണ്. പിന്നെ ഇനി വീട്ടിൽ വന്ന ഭക്ഷണത്തിൽ സോപ്പ് പൊടി കലർത്തുമെന്ന് വക്കീല് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതും സത്യമായിട്ട് സത്യമല്ല, വെറുതെ പറഞ്ഞതാണ്.
വക്കീലിനോടുള്ളൊരു പഴയ ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചന്ദ്രേട്ടോ അത് ഇത്രയും കാര്യമാക്കുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം പറഞ്ഞ ഈ വക്കീലെ ഒരു പാവമാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇത്രയും നല്ലൊരു സ്ത്രീയെ ഭാര്യയായി കിട്ടിയതേ മോഹനേഷ് സാറിന്റെ ഭാഗ്യമാണ്. ഇന്നലെ വീട്ടിൽ പോയി ഉറങ്ങാൻ കിടന്നപ്പോ എനിക്ക് ഭയങ്കര കുറ്റബോധം. ഒരു നല്ല ആളെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർമ്മിച്ചു. അതോടെ എനിക്ക് ശരിക്കും വിഷമമായി. കണ്ട ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞാണ് ഉറങ്ങിയത്. അതാണ് എന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. നോക്കിയേ മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ പറ്റി, അത് പെണ്ണുങ്ങളെ പറ്റി അനാവശ്യം പറയാം. അല്ല ചന്ദ്രേട്ടാ, അത് നീയുമായിട്ടുള്ള എല്ലാ ഇടപാടും ഇന്നോട്ട് നിർത്തിക്കൊള്ളാൻ ഞാൻ മോഹനേഷോട് പറയാൻ പോവുകയാണ്. മേലിൽ ആ വീടിന്റെ പരിസരത്ത് കണ്ടാൽ ഇന്നലെ പറഞ്ഞ വേണ്ടായനത്തിനുള്ള അടിയാണ് ഇപ്പൊ കിട്ടിയത്. എനിക്ക് പിന്നെ ഇത് ഇന്നലെ മുതൽ പച്ചവെള്ളം പോലും കുടിക്കാതെ പ്രാണനെടുത്ത് കൈ പിടിച്ച് ഞാൻ ആ വീട്ടിൽ കഴിയായിരുന്നു. നിനക്കറിയാടാ, രാത്രി കോഴിക്കറിയുടെ മണം കുമുകുമാന്ന് വന്നപ്പോഴും ഞാൻ ക്ഷമയോടെ മൂക്കടച്ച് പിടിച്ചു. നിനക്കറിയാടാ, ഇല്ല ഞാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇമാതിരിയുള്ള പല പല കാരണങ്ങളും ഉണ്ടാവും. ഇനി ഒരടി കൂടെ കൊള്ളാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ടാണ് കാല് പിടിക്കാം. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യരുത് എന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. മോനേഷ് സാർ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് എന്റെ അടുത്ത് വരട്ടെ. ചന്ദ്രേട്ടാ ഇനി കൈവയ്ക്കല്ലേ, ഇനി ഒന്നും ഉണ്ടാവൂല. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ നടന്നതൊന്നും പറയല്ലേ ചന്ദ്രേട്ടാ. ആളുകൾ എന്തെങ്കിലും അറിഞ്ഞാ പിന്നെ ഈ ഉത്തമ ചത്തോണ്ടാ മതി. നല്ല കോഴിക്കറിയായിരുന്നു. അയ്യോ, ചന്ദ്രേട്ടൻ നേരത്തെ വന്നോ? വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? ആഫീസിലെ കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് തീർന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോരാൻ പറ്റി. പിന്നെ സത്യഭാമേ, ആ ഉത്തമൻ എന്ന് പറയുന്നവന് നിങ്ങളുമായിട്ട് എന്താ ഇടപാട്? ഏയ് അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ ആളൊരു സഹായിയാ. എന്താവശ്യത്തിന് വിളിച്ചാലും വരും. എനിക്ക് മോഹനേട്ടൻ എപ്പോഴും തിരക്കാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. എന്തായാലും അവനുമായിട്ടുള്ള ഒരിടപാടും ഇനി വേണ്ട. അവനാള് ശരിയല്ല. അയ്യോ അതെന്താ? ഇന്നലെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അവനെ കണ്ടു. അവരെന്തൊക്കെയാണ് നിന്നെ പറ്റി പറയുന്നറിയാവോ? ഒക്കെ ഞാനങ്ങ് വിശ്വസിച്ചു. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അയ്യോ, എന്താണ് ചന്ദ്രേട്ടൻ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞുതരാം, നീ വാ സത്യഭാമേ. നമസ്കാരം. ഉത്തമനെ ഏൽപ്പിച്ച കാര്യം എന്തായി? ചോദിച്ചേട്ടില്ലേ? ചന്ദ്രേട്ടനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചോന്ന്? സംസാരിച്ചു, വാങ്ങിക്കുകയും ചെയ്തു. എന്താ? എന്റെ പൊന്ന് സാറേ, ജീവിക്കാനുള്ള തത്രപ്പാടിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് തടിയുടെ നമ്പറുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പലതും ചീറ്റി പോയിട്ടുമുണ്ട്, ചിലതൊക്കെ നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇതാ ഇത്രയും കാലത്തിനിടയ്ക്ക് വേണ്ട ഇങ്ങോട്ട് നോക്ക്, ഇതാ ഇങ്ങനെ 5 വിരൽ പതിഞ്ഞ തല്ല് ഇതുവരെ കൊണ്ടിട്ടില്ല. ഇതൊക്കെ ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കിയ കഥയാണ് ചേട്ടാ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മിന്നായം കണക്ക് വീഴുന്ന ആദ്യത്തെ അടി ഇതാ ഇങ്ങനെ. ഈ അടി കൊണ്ട് നക്ഷത്രം എണ്ണുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ് നക്ഷത്രങ്ങൾ കണ്ട് എണ്ണുകയും ചെയ്തു. പിന്നെ ഒരടി തീർന്നെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് സാറേ അടുത്ത അടി ഞാൻ സ്കൂട്ടറിൽ നിന്ന് ഇങ്ങനെ മലച്ച് എൻ്റെ അമ്മ എന്നും പറഞ്ഞിട്ടൊരു പോക്കും കണ്ണിൽ കൂടെ പരപറാന്ന് പൊന്നീച്ചയും പറഞ്ഞു. സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാത്തിനും കാരണം സാറാണ്. സാർ ഒറ്റ ആള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചന്ദ്രേട്ടൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞത്. അത് കഴിഞ്ഞ് സാറും വക്കീലും കൂടെ ഒന്നായപ്പോ ഞാൻ നിങ്ങൾക്ക് ശത്രുവായി. ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും ചെയ്തെന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. ഇനി മുതൽ നിങ്ങൾ ഭർത്താവിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല, എന്റെ അടുത്തിന് ഒരു വാക്കും പറയരുത്.
ഈ ശരിക്കും സംഭവിച്ചത് ഇത്ര നേരം കടിച്ചു പിടിച്ച് നിന്നതാണ് വേണ്ട. അയ്യോ ഇതിനെപ്പറ്റി ഇനി ഒരു തർക്കത്തിന് ഞാനില്ല. കവിളത്ത് ചെവി വെച്ച് അറിയാം, ഒരു മൂളൽ മാത്രമേ ഉള്ളൂ. ആമേ ആളെത്തിയല്ലോ. എന്താ ചന്ദ്രേട്ടനോടെ അവിടെ? ആ ഞാൻ ഉത്തരവ് കണ്ടായിരുന്നു. ആ ഉത്തമൻ ആഹാ. നീ പറഞ്ഞതുപോലെ ചന്ദ്രേട്ടൻ്റെ അടുത്ത് പോയി എല്ലാം സമ്മതിച്ചതിന്റെ പേരിൽ ചന്ദ്രേട്ടൻ ഉത്തമനെ തല്ലിയെന്ന്. ഇനി മേലിൽ നിന്റെയോ എന്റെയോ ഒരു കാര്യത്തിലും ഇടപെടില്ല എന്നാണ് ഇപ്പൊ ഉത്തമൻ പറയുന്നത്. നീ ഇവിടെ ഒരു ചായ എടുക്ക. പാലില്ല മോനട്ടാ, കട്ട ചായ മതി തരാം. പാലോടെ പോയി ആകെ ഉണ്ടായിരുന്ന 6 ലിറ്റർ പാലായിരുന്നല്ലോ. ചന്ദ്രൻ ഒറ്റയടിക്ക് അത് കുപ്പി തന്നെ എടുത്ത് കുടിച്ചു. ഭയങ്കര ദാഹമാണെന്ന്. എന്തെങ്കിലും നോക്കണേ. ഉത്തമനടുത്ത് നിന്ന് വന്ന് കയറിയ പാടെ എന്നെ വിളിച്ചോണ്ട് അടുക്കളയിലേക്കാണ് പോയത്. പിന്നെ ഒരു യുദ്ധമല്ലായിരുന്നു. ഇന്നലെ ഇന്നും ഇവിടുന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്തതിന്റെ വാശി തീർത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി ചോറില്ല, കറിയില്ല. സ്റ്റോറിലെഴുന്ന പഴക്കൊലയിൽ ഒറ്റപ്പഴവും ഇല്ല. ഫ്രിഡ്ജിലാണെങ്കിൽ പച്ചക്കറി ഒന്നും ബാക്കിയില്ല. നല്ല കുറച്ച് കാന്താരിമുളക് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ ആക്രാന്ത് കണ്ടപ്പോ അതും എടുത്ത് കഴിച്ചു കളയുന്നാണ് ഞാൻ കരുതിയത്. മോഹനകൃഷ്ണ, പിന്നെ ഞാൻ ആ ഉത്തമനെ 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഉത്തമൻ പറഞ്ഞായിരുന്നു. ഇനി അവനുമായിട്ടുള്ള കൂട്ടോട്ടൊന്നും വേണ്ട. പിന്നെ നീ ആ കടയിലേക്ക് വിളിച്ച് അത്താഴത്തിന് നല്ല മീനും കോഴിക്കറിയും കിട്ടും നോക്ക്. നാളെ എനിക്ക് പോകാനുള്ളതല്ലേ. ഇന്നത്തെ അത്താഴം നമുക്ക് തകർക്കണം. ചന്ദ്രേട്ടൻ അത്താഴ കഴിക്കലൊക്കെ നിർത്തുന്നല്ലേ ഇന്നലെ പറഞ്ഞത്? അത് ഇന്നലെ അല്ലേ? അത് പിന്നെ ഇങ്ങനെ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ. പിന്നെ സത്യഭാമേ, കോഴിയും മീനും ഒക്കെ വാങ്ങിയിട്ട് നിനക്ക് തോന്നും പോലെ കറി വെക്കരുതാണ്. മനുഷ്യന് കഴിക്കാനുള്ളതാണെന്ന് ഓർമ്മ വേണം. കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താ ഇനി ഇത് ഞാൻ ക്ഷമിക്കൂല. ഇന്ന് രാത്രി ഇങ്ങക്ക് കറി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്ത് ആലക്കുവാരം മാറിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്. ശരി, ഇത്തവണത്തേക്ക് ക്ഷമിച്ചു. പക്ഷേ മേലിൽ ചന്ദ്രേട്ടൻ ഇവിടെ കയറി വന്നാൽ എന്റെ അമ്മയാണ് സത്യം. ഞാൻ എനിക്ക് അറിയാം, പറയണ്ട. അപ്പൊ ഇനിയിപ്പോ ഒരു ചായ കുടിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. നമുക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വരെ പോവാം. ഒരു ചേഞ്ച് ആവട്ടെ. പോകാം, പക്ഷെ കൂടെ വരും എന്തോ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഉത്തമൻ കൊണ്ട തല്ല് വെറുതെയായി എന്ന് മാത്രമല്ല, സത്യഭാമയ്ക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഭാര്യയും ഭർത്താവും ചായ കുടിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.